അവന് വേണ്ടി ഞാൻ നിങ്ങളോട് മാപ്പ് ചോദിക്കുകയാണ്. ഇത് വാങ്ങിക്കേ, ഇത് നിങ്ങൾക്കുള്ളത് തന്നെയാ. എനിക്കിതൊന്നും വേണ്ട തമ്പ്ര. ഇത് കൈ കിട്ടിയതും ഞങ്ങൾ മോഷ്ടാക്കളായി. ഇത് ഞങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ എന്തൊക്കെ കഷ്ടങ്ങളാണ് ഇനി വരാൻ പോവുക. ഇത് ഞങ്ങൾക്ക് വേണ്ട. ഞങ്ങൾ ഇനി ഈ പരിസരത്തേക്ക് പോലും വരില്ല. ഞങ്ങൾ പൊയ്ക്കൊള്ളാം തമ്പ്ര. വസുമതി, നീ ഇത് വാങ്ങിച്ചോ? ഞാനാ പറയുന്നേ, ഈ വീട്ടിൽ നിന്ന് ഞങ്ങൾ ദാനമായിട്ട് നൽകിയത് തിരിച്ചിവിടെ തന്നെ വെക്കുന്നത് ഞങ്ങൾക്ക് വിഷമ. ദയവ് ചെയ്ത് നിങ്ങൾ വാങ്ങിക്കണം. എന്റെ ഭാര്യ എന്തുദ്ദേശത്തോടെ ഇത് നൽകിയോ അത് നിറവേറണം. നിങ്ങൾ ഇത് വാങ്ങിക്കേ. ആ ഉദ്ദേശം എന്താണെന്ന് കൂടി അറിയണ്ടേ ദേവാ? വരണേ, മതിയാക്ക്. നീ ഇത് വാങ്ങിച്ചോ മോളെ, വാങ്ങിക്കേ. ഇതങ്ങോട്ട് വാങ്ങിക്കേ. വാ മോളെ. അച്ചാച്ചാ, വാസുദേവട്ടാ, ഇവിടെ നടന്ന സംഭവങ്ങളൊന്നും മനസ്സിൽ വെക്കരുത്. തമ്പുരാട്ടി ഈ ആഭരണം. വാസുദേവട്ടാ, അതിനെക്കുറിച്ച് ഇനി വീണ്ടും പറയേണ്ട ആവശ്യമില്ല. നിങ്ങൾക്കുള്ള ബസ്സിന് നേരമായില്ലേ, നിങ്ങൾ പോയിക്കോളൂ. ആയിക്കോട്ടെ തമ്പുര, ഒരുപാട് നന്ദിയുണ്ട്. ആയിക്കോട്ടെ, വാ മോളെ. ഇങ്ങനൊരു കാര്യം ചെയ്തത് ഭാര്യ ആയതുകൊണ്ട് ദേവനെല്ലാം ഒതുക്കി തീർത്തവരെ പറഞ്ഞയച്ചു. ഇപ്പൊ ഇത് വേറെ വല്ലവരും ആയിരുന്നെങ്കിൽ. വൈദേഹി ഒരു തെറ്റും ചെയ്തിട്ടില്ല. ദേവൻ സഹായിക്കാൻ ആഗ്രഹിച്ച മനുഷ്യരെ വൈദേഹിക്കും സഹായിക്കണമെന്ന് തോന്നി. 10ഓ 15ഓ കൈ കൊടുത്താ അത് സഹായാണെന്ന് പറയാം. ഇത്രേ എടുത്തു കൊടുക്കേണ്ട കാര്യം എന്താ? വൈദേഹി, ദേവൻ അവരുടെ കാര്യങ്ങളൊക്കെ നോക്കിക്കൊള്ളാന്ന് പറഞ്ഞതല്ലായിരുന്നു? പിന്നെ നീ എന്തിനാ അത്രയും കാശ് കൊടുത്ത്? പോരാഞ്ഞിട്ട് മാലയും കൂടി കൊടുക്കണായിരുന്നു. കൗസല്യേച്ചി, 25,000 50,000 കൊടുത്താ പോലും പോട്ടേന്ന് വെക്കായിരുന്നു. ആരും അറിയാതെ കെട്ടുകണക്കിന് എടുത്തു കൊടുക്കേണ്ട കാര്യം എന്തായിരുന്നു? ഇതിലിനി ചോദിക്കാനുണ്ടോ? വലിയ വലിയ വീട്ടില് അരുതാത്ത തെറ്റുകൾ ചെയ്തു കൂട്ടി അത് വീട്ടിലെ പണിക്കാരെ കയ്യോടെ പിടികൂടി കാണും. അത് പുറത്താരും അറിയാതിരിക്കാൻ ആ പണിക്കാരുടെ വാ അടയ്ക്കാൻ വേണ്ടി ഇങ്ങനെ കെട്ടുകണക്കിന് പണം വലിച്ചെറിയാറുണ്ട്. വൈദേഹി അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവും. അവരത് കണ്ടിട്ടും ഉണ്ടാവും. വരുണേ, ഇനി ഒരു അക്ഷരം മിണ്ടിയ നാക്ക് ഞാൻ പിഴുതെടുക്കും. ഇനി പറഞ്ഞില്ലെന്ന് വേണ്ട. എല്ലാവരും നിന്നെ പോലെ ആവുന്ന കരുതണ്ട. സത്യം പുറത്തു വരുന്നത് വരെ എല്ലാവരും നല്ലവർ തന്നെയാന്നേ. നല്ലവളാണെങ്കിൽ കാര്യം തുറന്നു പറയട്ടെ. പറയണം വൈദേഹി, എന്തിനാ അവർക്കത് കൊടുത്തേ? പറയ് വൈദേഹി, ഏത് തെറ്റ് മറയ്ക്കാൻ വേണ്ടിയാ കാശ് കൊടുത്തത്? ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. പിന്നെ എന്തിനാ മോളെ അത്രയും കാശ് കൊടുത്ത്? അവര് ചോദിക്കുന്നതൊക്കെ പോട്ടെ, എന്റെ ചോദ്യത്തിന് ഉത്തരം പറ. എന്തിനാ കൊടുത്തേ? ആപത്ത് അടുത്ത് വന്നോണ്ടിരിക്കുക. ഈ സത്യം എന്നേക്കുമായി നിന്റെ മനസ്സിൽ തന്നെ കുഴിച്ചു മൂടണം. നീ കൊടുത്തത് നല്ല ഉദ്ദേശത്തോടെ ആയിരിക്കും. പക്ഷെ അതിന് ഇത്രയും കൊടുക്കോ? അപ്പൊ എന്തെങ്കിലും കാരണം ഉണ്ടാവണ്ടേ? ഞാൻ ആ പണം അവരെ സഹായിക്കാനായിട്ട് കൊടുത്തതാ എന്തോമേ. അത്രയും പണം എന്തിനു കൊടുത്തെന്ന് ചോദിച്ചാ സഹായിയാവുമ്പോ അത് നമ്മുടെ ഇഷ്ടമല്ല. നിനക്ക് എത്ര വേണമെങ്കിലും കൊടുക്കാം വൈദേഹി, പക്ഷെ രഹസ്യമായിട്ട് കൊടുക്കേണ്ട കാര്യം എന്തായിരുന്നു? അതും ദേവൻ സഹായിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിക്ക്. ദേവൻ പോലും അറിയാതെ നീ അത് കൊടുക്കേണ്ട കാര്യം എന്തായിരുന്നു? നീ തെറ്റ് ചെയ്തവളാണെന്ന് ഇവിടെ തന്നെ പിടികിട്ടിയില്ലേ? അത് മൂടി മറയ്ക്കാൻ വേണ്ടിട്ടല്ലേ നീ അവർക്ക് കാശ് കൊടുത്തേ? നീ ഇങ്ങെത്തിയോ? ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? നീ പോലും അറിയാതെ അവർക്ക് ഇത്രയും കാശെടുത്ത് കൊടുക്കേണ്ട കാര്യം എന്തായിരുന്നു? ചോദിക്ക്. ചെറിയമ്മേ, ഒരു നല്ല കാര്യം ആരെങ്കിലും ചെയ്യുമ്പോ അതിന്റെ പുറകിലെ ഉദ്ദേശം എന്താണെന്ന് ചെന്ന് ചെകഞ്ഞ് കണ്ടുപിടിക്കേണ്ട ആവശ്യമൊന്നും ഞങ്ങൾക്കില്ല. വൈദേഹിക്കോ പഠിക്കാൻ പറ്റിയില്ല. ആ കുട്ടിയെങ്കിലും നന്നായിട്ട് പഠിച്ചോട്ടെ എന്ന് വിചാരിച്ച് കൊടുത്താണെങ്കിലോ? മറ്റൊരാൾക്കൊരു നന്മ ചെയ്യുമ്പോ അതിന്റെ അനുഗ്രഹം സ്വന്തം കുഞ്ഞിന് കിട്ടുമെന്ന് അവൾ വിചാരിച്ചു കാണും.
നല്ലൊരു കാര്യം ചെയ്യുമ്പോൾ അതിന്റെ പുറകിലെ ഉദ്ദേശവും നല്ലത് തന്നെയായിരിക്കും. നിന്നോടെങ്കിലും പറയായിരുന്നില്ലേ ദേവ? തൽക്കാലം അതിന്റെ ആവശ്യമില്ല. വലത് കൈ കൊണ്ട് ചെയ്യുന്ന ദാനം നമ്മുടെ ഇടത് കൈ അറിയരുതെന്ന പ്രമാണം. അങ്ങനെയുള്ളപ്പോ സ്വന്തം ഭർത്താവിനെയോ കുടുംബാംഗങ്ങളെയോ അറിയിച്ചില്ലെന്ന് വെച്ച് അത് വലിയ തെറ്റായി മാറുന്നൊന്നുമില്ലല്ലോ. എന്ന് കരുതി വീട്ടിലെ സമ്പത്ത് മുഴുവൻ അങ്ങ് വാരിക്കൊടുത്താ കണ്ണ് തുറന്നിരിക്കണമെന്നാ? അവൾ ഈ വീട്ടിലെ കാശോ നിന്റെ വീട്ടിലെ കാശോ ആർക്കും വാരി കൊടുത്തിട്ടില്ല. അത് ഞാൻ ഉണ്ടാക്കിയതാ എന്ന് വെച്ചാ അത് വൈദേഹിയുടെയും കൂടെ. പിന്നെ ആ മാല അത് ശാന്തി അമ്മായിടെയാ എന്ന് വെച്ചാ വൈദേഹിയുടെ അമ്മയുടെയാ. അപ്പൊ അതിന്റെ അവകാശവും വൈദേഹിക്ക് മാത്രമുള്ളതാ. അല്ലാന്ന് പറയാനോ അത് ചോദ്യം ചെയ്യാനുള്ള അവകാശം ഇവിടെ ഒരാൾക്ക് പോലുമില്ല. ഒന്നുമില്ലാത്തൊരു കാര്യത്തെ ഊതിപ്പെരിപ്പിച്ച് വലിയൊരു പ്രശ്നമാക്കാൻ നിൽക്കണ്ട വരണേ. വൈദേഹി എന്തിനായിരിക്കും അത്രയും പണവും ആഭരണം അവർക്ക് കൊടുത്തത്? എന്തായിരിക്കും അതിന്റെ പുറകില്? ദേവൻ തമ്പുരാൻ നിനക്കൊരു ജോലി തരും, ഇവിടെ പട്ടണത്തിൽ തന്നെ ജീവിക്കാന്ന് കരുതിയതാണ്. വൈദേഹി തമ്പുരാട്ടി പറയണത് വെച്ച് നോക്കുമ്പോ നമ്മൾ ഇങ്ങോട്ട് വരുന്നത് തന്നെ ശരിയല്ലെന്നാ തോന്നുന്നേ. ശരിയാ ചാച്ച, നമ്മള് വരാതിരിക്കാൻ വേണ്ടിയല്ലേ ഇത്രയും പണവും ആഭരണവും ഒക്കെ തന്നത്. അപ്പൊ എന്തോ വലിയ പ്രശ്നം തന്നെയായിരിക്കും. വരരുതെന്ന് പറഞ്ഞ ശേഷം നമ്മൾ ഇനി അവരെ ബുദ്ധിമുട്ടിക്കരുത്. നമുക്ക് വേറെന്തെങ്കിലും മാർഗം കണ്ടുപിടിക്കാം. ഹലോ ഹലോ, ഈസ് ദിസ് വസുമതി? വി ആർ കോളിംഗ് ഫ്രം സിമെൻസ്. ഹലോ സർ, ഞാൻ വസുമതി തന്നെ സംസാരിക്കുന്നത്. ഞങ്ങൾ സീമെൻസ് കമ്പനിന്നാ വിളിക്കുന്നേ. നിങ്ങളുടെ പ്രൊഫൈൽ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. മറ്റന്നാളാണ് ഇന്റർവ്യൂ. ആണോ സർ? പക്ഷേ ഞാൻ ഒരു കമ്പനിയിലേക്കും ജോബിന് വേണ്ടി അപ്ലൈ ചെയ്തിട്ടില്ലല്ലോ. നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടില്ല. ഞങ്ങളാണ് നിങ്ങളുടെ കോളേജിൽ നിന്ന് നന്നായി പഠിക്കുന്ന കുട്ടികളുടെ ലിസ്റ്റ് എടുത്ത് അവർക്ക് ഇന്റർവ്യൂ അറേഞ്ച് ചെയ്തത്. മെറിറ്റ് ലിസ്റ്റിൽ തന്റെ പേരുണ്ട്. അതിനെക്കുറിച്ച് പറയാനാ നിങ്ങളെ കോൾ ചെയ്തത്. മിസ് ചെയ്യാതെ തന്നെ നിങ്ങൾ ഈ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യണം. എപ്പോഴാണ് സാർ? മറ്റന്നാള്. എവിടേക്കാ വരണ്ടേ? അത് നാളെ വിളിച്ച് ഇൻഫോം ചെയ്യാം. ഞാൻ തന്നെ ആയിരിക്കും വിളിക്കുന്നത്. ഇനി നിങ്ങൾക്ക് വേണമെങ്കിലും വിളിക്കാം. ആയിക്കോട്ടെ സാർ, ഞാൻ എത്തിക്കോളാം. അതിരിക്കട്ടെ, ഇത് തന്നെയല്ലേ സാർ നമ്പർ? അതെ, ഇതേ നമ്പർ തന്നെയാ. ഓക്കെ സാർ. ആരാ മോളെ വിളിച്ചത്? ഒരു കമ്പനിന്ന് അച്ചാച്ചാ വിളിച്ചത്. ഞങ്ങളുടെ കോളേജിൽ നിന്ന് നന്നായി പഠിക്കുന്ന കുട്ടികളുടെയൊക്കെ ഒരു ലിസ്റ്റ് എടുത്തത്രേ. മറ്റന്നാൾ ഇന്റർവ്യൂ ഉണ്ട്, ചെല്ലാൻ പറഞ്ഞിരിക്കുക. ആ ഇന്റർവ്യൂല് ജയിക്കാൻ കഴിഞ്ഞാ എനിക്ക് എന്തായാലും ഒരു ജോലി കിട്ടും അച്ചാച്ചാ. ആണോ മോളെ? നീ മിടുക്കി കുട്ടിയല്ലേ, നിനക്ക് കിട്ടാണ്ടിരിക്കില്ല. ദേവൻ തമ്പുരാൻ സഹായിക്കുന്ന കരുതി ഇവിടെ ഉണ്ടായ പ്രശ്നങ്ങൾ കാരണം നിരാശയോടെ നാട്ടിലേക്ക് മടങ്ങിയത്. അപ്പോഴേക്കും ഒരു ശുഭവാർത്ത. ശരി അച്ചാച്ചാ. അല്ല മോളെ, മറ്റന്നാളാണെന്നല്ലേ നീ പറഞ്ഞത്? അപ്പൊ ഈ ഒരു ദിവസത്തേക്ക് നാട്ടിലേക്ക് പോണോ? ഇവിടെ വല്ല മുറിയെടുത്ത് താമസിക്കാം. അതെന്തിനാ അച്ചാച്ചാ? ഹോസ്റ്റലുണ്ടല്ലോ, അങ്ങോട്ടേക്ക് പോവാം. ശരി, എന്നാ വാ മോളെ, പോവാ. ബസ് കയറുന്നതിന് മുമ്പ് ആ ഫോൺ വന്നത് നന്നായി. നടക്കു മോളെ. ഇനി നിന്റെ കാര്യങ്ങൾ ഞാൻ തീരുമാനിക്കും. പറന്നകലാൻ നോക്കിയ കിളിയെ അമ്പി ഇത് പിടിച്ച വേട്ടക്കാരനാണ് ഞാൻ. നിനക്കിനി എന്റെ അടുത്തുനിന്ന് രക്ഷയില്ല. നിനക്കും പിന്നെ നിന്നെ സഹായിച്ച ആ ദേവനും നല്ലൊരു പണി ഞാൻ തരുന്നുണ്ട്. വൈദേഹി, എന്താ ദേവേട്ടാ? നിന്റെ അവസ്ഥ എനിക്ക് മനസ്സിലാകും വൈദേഹി. ചില കാര്യങ്ങൾ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് പറയാൻ പറ്റില്ല. ഒന്നും പറയാൻ പറ്റാതെ നീ വിഷമിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ടാ താഴെ വെച്ച് ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞത്.
നീ ഇപ്പോഴെങ്കിലും പറ, എന്തിനാ നീ അങ്ങനെ ചെയ്തേ? എന്തിനാ അവർക്ക് അത്രയും പണവും സ്വർണ്ണമൊക്കെ കൊടുത്തത്? അത് ദേവേട്ടന് വേണ്ടിയായിരുന്നു, നമ്മുടെ ബന്ധം തകർന്നു പോവാതിരിക്കാൻ വേണ്ടി. എന്താന്ന് പറയൂ വൈദേഹി. അവര് ഈ വീട്ടിലേക്ക് വന്ന എന്ത് സംഭവിക്കുന്നു നിന്റെ മനസ്സിൽ? അവരിനി ഒരിക്കലും ഈ വീട്ടിലേക്ക് വരാൻ പാടില്ല എന്ന് പറഞ്ഞ് എന്തിനാ നീ അത്രയും പണം അവർക്ക് കൊടുത്തത്? പറയൂ വൈദേഹി. പ്രത്യേകിച്ച് പറയാനായിട്ടൊന്നുമില്ല. വൈദേഹി പ്ലീസ്, നീ താഴെ എല്ലാവരോടും പറഞ്ഞത് എന്നോടും പറയരുത്. ഞാൻ അവരെ എന്റെ വഴിക്ക് സഹായിക്കുന്നുണ്ടല്ലോ, അതിന്റെ ഇടയ്ക്ക് നീ കൂടെ സഹായിക്കേണ്ട ഒരു ആവശ്യമുണ്ടോ? ഇനി അങ്ങനെയാണെങ്കിലും അതാരും അറിയാതെ രഹസ്യമായിട്ട് അത്രയും പണവും ആ മാലയും കൊടുക്കേണ്ട കാര്യം ഉണ്ടായിരുന്നു? അതിന്റെ പുറകിലും മറ്റെന്തോ ഉണ്ടെന്നുള്ളത് ഉറപ്പാ. നിനക്ക് എന്നെ സംശയമാണ് വൈദേഹി? ദേവേട്ടാ, അങ്ങനെയൊന്നും പറയരുത്. അതല്ലെങ്കിൽ പിന്നെ എന്താ വൈദേഹി? ഇപ്പൊ നീ തന്നെ എന്ത് ചെയ്താലും എന്തൊളിപ്പിച്ചാലും എനിക്ക് നിന്നെ യാതൊരു സംശയം തോന്നാറില്ല. എല്ലാം നമുക്ക് വേണ്ടി, നമ്മുടെ കുഞ്ഞിന് വേണ്ടിയാ നീ ചെയ്യുന്നതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അതറിയാലോ ദേവേട്ടന്, പിന്നെ എന്തിനാ എന്നെ ചോദ്യം ചെയ്യുന്നേ? നമുക്കിടയിൽ പരസ്പരം അറിയാൻ പാടില്ലാത്ത ഒന്നും ഉണ്ടാവരുതെന്ന് കരുതിയ ഇത്രയും പ്രാവശ്യം ഞാൻ ചോദിച്ചത്. ഇനിയിപ്പൊ അങ്ങനെ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ, നിന്റെ ഈ ദേവേട്ടനോട് പോലും അത് പറയാൻ മടിക്കുന്നുണ്ടെങ്കിൽ എന്നെ നിനക്ക് വിശ്വാസം ഇല്ലെന്നല്ലേ അതിന്റെ അർത്ഥം? അങ്ങനെയല്ല ദേവേട്ടാ. നീ പറയുന്നത് ഞാൻ വിശ്വസിക്കാം. എന്നാലും എനിക്കിതിന്റെ ഉത്തരം എന്താണെന്ന് അറിയണം. എന്നാലേ എന്റെ മനസ്സിന് സമാധാനം കിട്ടൂ. എന്റെ ദേവേട്ട, ഈ വീട്ടിലുള്ളവരൊരുക്കിയ ചതിയിൽപ്പെട്ട് ദേവേട്ടനൊരു കുറ്റവാളിയായി നിൽക്കാൻ പാടില്ലെന്ന് കരുതിയ ഞാൻ ഇത്രയേറെ കഷ്ടപ്പെടുന്നത്. ഇനി അത് പറയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ നിന്നെ നിർബന്ധിക്കില്ല. വൈദേഹി, വിശ്വാസമാണ് സ്നേഹത്തിന്റെ അടിത്തറ. പക്ഷേ സംശയം എന്നത് സ്നേഹത്തെ കൊന്നുകളയും. ഇതിൽ കൂടുതൽ എനിക്കൊന്നും പറയാനറിയില്ല. ദേവേട്ടൻ എന്ത് വേണമെങ്കിലും പറഞ്ഞു, എന്നെ തെറ്റിദ്ധരിച്ചാലും അത് സാരമില്ല ദേവേട്ട. പക്ഷെ സത്യം പറഞ്ഞ് ദേവേട്ടൻ ഒരു കുറ്റവാളിയാവാൻ ഞാൻ സമ്മതിക്കില്ല. എന്തോ വലിയൊരു കാരണമുണ്ട് വരുൺ. അല്ലെങ്കിൽ പിന്നെന്തിനാ അത്രയും പണവും മാല എടുത്തു കൊടുക്കുന്നേ? അവളുടെ അമ്മയുടെ സ്വർണ്ണമല്ലേ, അവൾക്ക് ഇഷ്ടമുള്ളവർക്ക് കൊടുക്കുമെന്നും പറഞ്ഞ് ദേവൻ അവളെ അപ്പൊ സപ്പോർട്ട് ചെയ്തെങ്കിലും നമ്മൾ ഈ കാര്യം ഒരിക്കലും നിസ്സാരമായിട്ട് കാണാൻ പാടില്ല. ഒന്നുമില്ലാത്ത കാര്യത്തിന് എത്രയോ തവണ അവളെ കുറ്റവാളിയായി പിടിച്ചു നിർത്തിയതാ. അപ്പൊ ഇത്രയും വലിയൊരു കാരണം കിട്ടിയാ ഞാനത് വെറുതെ വിടുമെന്ന് അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ? പാവം, തൂക്കുകയറിൽ തൂങ്ങാൻ പോകുന്നവന് പകരം സ്വന്തം ജീവൻ പണയം വെക്കാൻ തയ്യാറാവുന്നവള് അത്രയും പണം എടുത്തെന്തിന് അവർക്ക് കൊടുക്കണം? എന്താ പറഞ്ഞേ? എന്താ പറഞ്ഞേന്ന്? ഇത്രയും പണം അവർക്കെന്തിനു കൊടുത്തു എന്ന് ചോദിക്കുമായിരുന്നു. അതിനു മുമ്പേ നീ എന്തോ പറഞ്ഞല്ലോ, അതെന്താണെന്ന് അറിയണ്ടേ? ഓഹോ, അതോ. തൂക്കുകയറിൽ തൂങ്ങാൻ പോകുന്നവനെ രക്ഷിക്കാൻ വേണ്ടി ജീവൻ പണയം വെക്കാൻ തയ്യാറാവുന്നവള് എന്തിനു വേണ്ടി അവർക്ക് അത്രയും പണം എടുത്തു കൊടുക്കണം? എന്താ ആലോചിക്കുന്നേ? കൺമുമ്പില് തൂങ്ങി നിൽക്കുന്ന ആരുടെയെങ്കിലും നിഴലാട്ടം ഉണ്ടോ? നീ എന്റെ മോനെ എന്റെ കൺമുന്നിൽ വെച്ച് തല്ലിയല്ലേ? നിങ്ങളുടെ മോനെ മാത്രമല്ല, ഇങ്ങനെയുള്ള തോന്നിയാസങ്ങൾ വിളിച്ചു പറഞ്ഞാ നിങ്ങളും വാങ്ങിച്ചെന്നിരിക്കും.
വേണ്ടി വന്നാ ചിലപ്പോ കൊല്ലാനും മടിക്കില്ല. ആരാ തൂങ്ങി നിൽക്കുന്നേ? ആരാ തൂക്കിക്കൊല്ലാൻ പോകുന്നേ? നിന്റെ വായിന്ന് ഇങ്ങനൊരു വാക്ക് വന്നിട്ടുണ്ടെങ്കിൽ അത് വെറുതെ ആവില്ല എന്ന് എനിക്കറിയാം. എന്താ നീ ചെയ്യാൻ പോകുന്നേ? എന്താ നിങ്ങളുടെ ഗൂഢാലോചന? എന്താ നിന്ന് തിളയ്ക്കുന്നേ? നീ എന്താ ചെയ്തേന്നും നിന്റെ ദേവേട്ടൻ എന്താ ചെയ്തേന്നും ആദ്യം ഞങ്ങളോട് പറ. ഞങ്ങൾ എന്ത് ചെയ്തു എന്നാ? എന്തൊക്കെ നീ പറയുന്നേ? ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ, ഒന്നും ഒളിപ്പിക്കേണ്ട കാര്യമില്ലെങ്കിൽ അത്രയും സ്വർണവും പണവും അവർക്ക് എന്തിനു കൊടുക്കണം? അവരുടെ ജീവിതം നന്നാക്കാൻ കൊടുത്തതാണെന്ന് പറഞ്ഞ അതൊക്കെ വിശ്വസിക്കാൻ ഞങ്ങൾ മന്ദബുദ്ധികളല്ല. ഏത് തെറ്റൊളിപ്പിക്കാനാ നീ അവർക്കത് കൊടുത്തത്? തെറ്റ് ചെയ്തത് നീയാണോ അതോ നിന്റെ ഭർത്താവാണോ? മര്യാദയ്ക്ക് പറഞ്ഞോ. പറഞ്ഞില്ലെങ്കിൽ ഞാനത് കണ്ടുപിടിച്ചോളാം. ഈ വീട്ടിൽ വല്ല തെറ്റും ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ 3 പേരും മാത്രം. ഇവിടെ എന്ത് നടന്നാലും അതിനൊക്കെ നിങ്ങൾ 3 പേരും മാത്രമാ കാരണം. ഒരാള് കാഴ്ചയില്ലാതെ മൂലയ്ക്ക് കയറി ഇരിപ്പുണ്ട്. എങ്കിലും ബാക്കിയുള്ളവരുടെ അഹങ്കാരത്തിന് യാതൊരു കുറവുമില്ലല്ലോ എന്ന് ഓർക്കുമ്പോഴാ. മുമ്പൊരിക്കൽ ഞാൻ സത്യം പറയിക്കാൻ നിങ്ങളുടെ ദേഹത്ത് പെട്രോൾ എടുത്തൊഴിച്ചവളാ. പക്ഷേ എന്റെ ദേവേട്ടനെ ദ്രോഹിക്കാനാ പ്ലാനെങ്കിൽ ഭീഷണിപ്പെടുത്തലായിരിക്കില്ല, കത്തിച്ച് ചാമ്പലാക്കും ഞാൻ. ഇത്തവണ ആര് പറഞ്ഞാലും ഞാൻ കേട്ടെന്ന് വരില്ല. ഇനി നിങ്ങൾ എന്ത് കുതന്ത്രം മെനഞ്ഞാലും അതെല്ലാം ഞാൻ തകർക്കും. ഓർമ്മയിലിരിക്കട്ടെ. ഒടുക്കത്തെ ധൈര്യമാണല്ലോ അവക്ക്. നമ്മളെ വാൺ ചെയ്തിട്ട് പോകുന്നു. ഊർമിള ഇപ്പൊ കണ്ണുപൊട്ടിയായില്ലേ? അത് കണ്ട് പേടിച്ച് നമ്മളും കൈയും കാലും കെട്ടി ഒരു മൂലയ്ക്ക് കിടക്കുമെന്നായിരിക്കും വിചാരിച്ചത്. ഭർത്താവിനോടുള്ള സ്നേഹം ചെറുതായിട്ടൊന്നു പാളിയാ. ഇപ്രാവശ്യം ശരിക്കും നമ്മളെ അവള് കത്തിച്ചു കളയും. അങ്ങനെ സംഭവിക്കുന്നതിന് മുമ്പ് ഇവളുടെ ഈ ആവേശം ബുദ്ധിപൂർവ്വം നമ്മൾ പ്രയോജനപ്പെടുത്തണം. പ്രയോജനപ്പെടുത്താം. എല്ലാ പഴുതുകളും അടച്ചുകൊണ്ട് ഇപ്രാവശ്യം ഒരു ഫുൾ പ്രൂഫ് പ്ലാൻ ഉണ്ടാക്കണം. എന്റെ കാഴ്ച എപ്പോഴാ തിരിച്ചു കിട്ടുക? എന്തൊരു കഷ്ടമായത്. ഊർമിള ചേച്ചി ബാത്റൂം ക്ലീൻ ചെയ്ത് കഴിഞ്ഞു. നനഞ്ഞു കിടക്ക, ഒന്ന് സൂക്ഷിച്ചു പോണേ. ആ ശരി. ജ്യൂസ് മേശപ്പുറത്തുണ്ട്, ഒഴിച്ചു തരണോ? ഞാൻ എടുത്ത് കുടിച്ചോളാം. സൂക്ഷിക്കണേ ചേച്ചി. അജയൻ ചേട്ടൻ ചേച്ചിയെ നല്ലോണം നോക്കണമെന്നാ പറഞ്ഞിരിക്കുന്നെ. എന്ന് വെച്ചെന്താ? അജയേട്ടൻ നോക്കാൻ പറഞ്ഞില്ലായിരുന്നെങ്കി നീ തിരിഞ്ഞു നോക്കില്ലായിരുന്നു. ജ്യോതി, അടുപ്പത്ത് പാലിരിപ്പുണ്ട്, നോക്കിക്കേ. അയ്യോ, മറന്നുപോയി. ചോദിക്കുന്ന കേട്ടില്ലേ? ഉത്തരം പറയാൻ പോലും നിനക്ക് തോന്നുന്നില്ലല്ലേ? ആരാത്? വരുൺ. കൊള്ളാലോ. എങ്ങനെയാ കണ്ടുപിടിച്ചത്? വന്നത് നിന്റെ ഭർത്താവായിരുന്നെങ്കിലോ? അജയൻ ഈ മുറിയിലേക്ക് കേറുമ്പോഴേ എന്നെ പരാതി പറഞ്ഞുകൊണ്ടായിരിക്കും വരിക. നീ എന്താടാ വന്നിട്ടൊന്നും മിണ്ടാതിരിക്കുന്നു? നിന്റെ ഈ സൗന്ദര്യം ഡാഡാ. സത്യമാണ് ഊർമിളെ. നിനക്ക് കണ്ടില്ലെങ്കിലും നിന്റെ സൗന്ദര്യം എനിക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ. ഇപ്പൊ സൗന്ദര്യം കൂടിയിട്ടേ ഉള്ളൂ. സത്യാണോ? പരമസത്യം. നിന്റെ സൗന്ദര്യമാണ് സത്യം. അടുത്തു വന്ന് ഒന്നുകൂടി പറഞ്ഞേ. ദേ വന്നു.
നിനക്ക് കാണാൻ പറ്റില്ലെങ്കിലും നിന്നെ എനിക്ക് കൊതി തീരെ കാണാൻ ഭയങ്കര ആഗ്രഹമാ. ആണോടാ? എന്തിനാ ഇപ്പൊ എന്നെ അടിച്ചേ? അടിച്ചാ മാത്രം പോരാ, നിന്നെ കൊന്നു കളയണം. ഇപ്പൊ തന്നെ ഈ മുറിന്ന് പുറത്തിറങ്ങാൻ പറ്റാതെ ഭ്രാന്ത് പിടിച്ചിരിക്കുക ഞാൻ. അപ്പൊ നിനക്ക് എന്റെ സൗന്ദര്യം വേണോ? തോന്നിയാസി. എന്തിനാ നീ ഇങ്ങനെ വിഷമിക്കുന്നേ? റൂമിന്ന് പുറത്തിറങ്ങി കണ്ണ് കാണാൻ പറ്റാതെ എവിടെയെങ്കിലും തട്ടിയും മുട്ടിയും വീഴുന്നതിനേക്കാൾ ഇവിടെ ഇരിക്കുന്നതല്ലേ നല്ലത്. എന്നോട് ചോദിച്ചാ അതാണ് ബെറ്റർ. എന്ത് ചെയ്യാനും മറ്റൊരാളുടെ സഹായം വേണം. പാവം. എന്നെ കണ്ട് ഒത്തിരി സഹതപിക്കണ്ട. കണ്ണില്ലാണ്ടായതുകൊണ്ട് മാത്രം എന്റെ കാലം കഴിഞ്ഞു എന്ന് കരുതണ്ട. ഞാൻ ഉദ്ദേശിച്ച കാര്യം നേടിയെടുക്കുന്നത് വരെ ഒരുപോലെ കണ്ണടയ്ക്കും. കണ്ണടച്ചാലും തുറന്നാലൊക്കെ ഒരുപോലെ തന്നെയല്ലേ, ഇരുട്ട് മാത്രം. ഡാ, കൊന്നുകളയും ഞാൻ. നീ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? കാഴ്ചയില്ലെന്നും പറഞ്ഞ് കുത്തി നോവിക്കാനാ? അതല്ല ഊർമിളേ. മതി.